ഭയങ്കര ലോജിക്ക്, അത് ഓർത്തു വെച്ചോളൂ. ഇനി വേറൊരു നിയമമുണ്ട്, അമ്മായിയമ്മയും മരുമകളും ഇങ്ങനെയെന്നാണ് വിചാരിക്കുന്നത്. രണ്ട് കൂട്ടുകാരികൾ ലേശം കഴിയുമ്പം പ്രത്യേകിച്ചൊരു പ്രണയം കൂടെ ഇടയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല. ലോകസാഹിത്യം മുഴുവൻ പരിശോധിച്ച് നോക്കിയോ, ലോകസാഹിത്യം മുഴുവൻ എടുത്ത് നോക്കിയോളൂ. സ്ത്രീക്ക് സ്ത്രീ തുണയാകുന്നത് പോലെ, എനിക്കൊക്കെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്, സ്ത്രീക്ക് സ്ത്രീ പെണ്ണിന് പെണ്ണ് തുണയാകുന്നത് പോലെ. ഞാൻ ഇന്നലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ടീച്ചർക്ക് എഴുതി, വാക്കിൻ്റെ ഉള്ളറിഞ്ഞിടാവൂ എന്ന് വിനേന്ദ്ര മാഷ് പറയും. അതുപോലെ പെണ്ണിൻ്റെ ഉള്ളറിഞ്ഞിടാവൂ എന്ന് പറയും. പെണ്ണിന് മാത്രമൊന്നുമല്ല, നല്ല മനസ്സുള്ള പുരുഷനും അറിയാം എന്നും കൂടി സെമിക്കോളനിട്ട് പറയേണ്ടതുണ്ട് നമ്മൾ. അതുകൊണ്ട് നല്ല കൂട്ടുകളുണ്ട്. വാസവദത്ത ഉരിഞ്ഞു മുറിഞ്ഞ് വാഴത്തട പോലെ അവിടെ കിടക്കുമ്പോൾ, കൂടെ മുറിച്ചിട്ട വാഴത്തട പോലെ അവിടെ കിടക്കുമ്പോൾ, കഷ്ണമായിട്ട് അവിടെ കിടക്കുമ്പോൾ, മരണം കാത്ത് കിടക്കുന്നതിനൊപ്പം ഉപഗുപ്തനെയും കാത്ത് കിടക്കുകയാണ്. ഉപഗുപ്തൻ വന്ന് ഭഗിനി സോദരി എന്നൊക്കെ വിളിക്കുമ്പോൾ ആ വിളി കേൾക്കാനല്ല കിടന്നത്. പക്ഷേ ആ വിളി കേൾക്കുമ്പോൾ തൊട്ടടുത്ത് ഈച്ചയാട്ടിക്കൊണ്ടൊരു തോഴി ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ കൃതികളിലും തോഴിമാരുണ്ട്, കൂട്ടുകാരുണ്ട്. ശകുന്തളയ്ക്ക് 2 കൂട്ടുകാരികളുണ്ട്. രണ്ടുപേരുടെയും ദൗത്യം എന്താ? സിനിമകളിൽ കാണാമല്ലോ, കൂട്ടുകാരികളുണ്ട്. കൂട്ടുകാരിയുടെ റോളെന്താ? നാളിതുവരെയുള്ള എല്ലാ സർഗാത്മക കൃതികളിലും പെണ്ണിനൊരു തോഴി ഉണ്ടെങ്കിൽ നായകൻ്റെ സമക്ഷം എത്തിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ്. ആണ്. പക്ഷേ അതിനിശബ്ദമായി ലീലയ്ക്കൊരു കൂട്ടുകാരിയുണ്ട്. ലീലയായിട്ട് വലിയ സംവാദത്തിൽ ഏർപ്പെടുന്ന, പെണ്ണിന് ബുദ്ധിയില്ലെന്നല്ലേ പറയുക, നല്ല ഡയലോഗ് നടത്തുന്ന ഒരു കൂട്ടുകാരിയുണ്ട്. പക്ഷേ 2 വരിയിൽ ആശാനും അവസാനിപ്പിച്ചു കളഞ്ഞു. 2 വരിയിൽ കുമാരൻ ആശാൻ ആ സൗഹൃദം അവസാനിപ്പിച്ചു. നളിനിക്ക് അങ്ങനെയുള്ള കൂട്ടുകാരികളില്ലായിരുന്നു. എല്ലായിടത്തും ഒറ്റയ്ക്കായിപ്പോയി. പ്രണയത്തെപ്പോലും ഏകാന്ത പ്രണയമായി മാറിപ്പോയി. ഞാനിത് പറയാൻ കാരണം, ഈ പുസ്തകമൊക്കെ വീണ്ടും വായിക്കണം. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ആശാനെ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കേൾക്കുമ്പോൾ ആ പുസ്തകം എടുത്ത് ഒന്നുകൂടി വായിക്കുകയും നിലപാടുകൾ കാണുകയും വേണം. കാരണം നമുക്ക് നമ്മളെ സമകാലത്ത് ഉരച്ചു നോക്കാൻ, നമ്മളെ മാറ്റാൻ ഈ കൃതികളൊക്കെ സഹായിക്കും. സാവിത്രിയെ പോലെ ഒരുപാട് സ്ത്രീകളുടെ പേര് പറയാറുണ്ട്. ഞാൻ ഒന്നിൻ്റെയും പേര് പറയുന്നില്ല. സാവിത്രി മുതൽ നമ്മൾ വിദ്യാർത്ഥിനികളും അധ്യാപികമാരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ സാവിത്രിഭായ് ഭൂലെ അനുഭവിച്ചത് ധർമ്മസങ്കടങ്ങൾ. 2 പേരെയും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് 49 ഇറക്കി വിട്ടു. 1849 രണ്ടുപേരും പുറത്തു പോയിക്കൊള്ളാൻ പറഞ്ഞു. 1833 ഇവർ ജനിക്കുന്നത്. 33 ജനിച്ചിട്ട് 40 കല്യാണം കഴിയുക. എത്ര വയസ്സുണ്ടെന്ന് ആലോചിച്ച് നോക്കും. 8-10 കൊല്ലം കഴിയുമ്പം ടീച്ചേഴ്സ് ട്രെയിനിങ് പാസ്സായി. അതും ഈ കൂട്ടുകാരൻ, ഈ ഇണ ഉള്ളതുകൊണ്ട് മാത്രം. 1 കൊല്ലം സ്കൂൾ നടത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി സ്കൂൾ കൂടി തകർക്കാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ഇസ്ലാം വിശ്വാസിയായ അധ്യാപിക ഫാത്തിമ ബീഗം ഷെയ്ഖാണ്. ഇവരുടെ ക്ലാസ്മേറ്റാണ്. ഫാത്തിമ ബീഗം ഷെയ്ഖ് വീട്ടിലെ കുറച്ച് സ്ഥലമൊക്കെ കൊടുത്തു. ഇവർ 2 കൂടി സ്കൂൾ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 2 സ്ത്രീകൾ ചെറിയ പുള്ളികളല്ല. ഈ 2 സ്ത്രീകൾ ഇതര വിശ്വാസികളായിട്ടുള്ള 2 സ്ത്രീകൾ സ്കൂൾ തുടങ്ങുക മാത്രമല്ല, അവർക്ക് മനസ്സിലായി ഇങ്ങനെ 2 വിചാരിച്ചാൽ കാര്യമൊന്നും നടക്കില്ല. കേരളത്തിലെ സ്ത്രീകൾ അറിയേണ്ട, ലോകത്ത് എവിടെയുള്ള സ്ത്രീകൾ, ഏത് മനുഷ്യരും അറിയേണ്ടത്, ഒരാൾ വിചാരിച്ചാലോ 2 വിചാരിച്ചാലോ മാത്രമല്ല കാര്യങ്ങൾ നടക്കുക. ഒരുപക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് സെക്ടറിൽ സ്കൂളുകൾ ആരംഭിക്കുന്നത് ഈ 2 പെണ്ണുങ്ങളാണ്. ഫാത്തിമ ബീഗം ഷെയ്ഖ് എന്ന 19കാരിയും സാവിത്രിഭായ് ഭൂലെ എന്ന 18കാരിയുമാണ്. 18 സ്കൂളുകളാണ് പൂനെയ്ക്ക് ചുറ്റുവട്ടവും. ആ 18 സ്കൂളുകളുടെ ഒരു കൊളോക്യമാണ് ഇന്ന് സാവിത്രിഭായ് ഭൂലെ വനിതാ സർവകലാശാല, വിമൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ തല ഉയർത്തി നിൽക്കുന്നത്. ഓർക്കുക, ജീവിതത്തിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ പോവുക. ഈ 2 പെണ്ണുങ്ങൾ കൊളുത്തിവിട്ട പന്തമാണ് ഇന്ത്യയിലെ മുഴുവൻ പെണ്ണുങ്ങൾക്കും പെൺകുട്ടികൾക്കും പഠിക്കാനുള്ള പിൽക്കാലത്തുള്ള ഒരുപാട് ഊർജ്ജമായി മാറിയത്. ഒരവസരത്തിന് വേണ്ടിയും കാത്തു നിൽക്കരുത്. നേരത്തെ പറഞ്ഞ പോലെ വിവാഹവും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. പക്ഷെ പ്രധാനമാണത്, വളരെ പ്രധാനമാണ്. അതിനുവേണ്ടി തിങ്കളാഴ്ച നോമ്പ് നോക്കുകയല്ല വേണ്ടത്. മറിച്ച് ഞാൻ ആരോടൊപ്പം ജീവിക്കണം, ആരോടൊപ്പം ജീവിക്കാൻ ഞാൻ പ്രാപ്തയായി, എന്നാണ് ഞാൻ പ്രാപ്തയാകുന്നത്, എപ്പോഴാണ് ഞാൻ അമ്മയാകാൻ പ്രാപ്തയാകുന്നത്, ഇതൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. എന്ന് മാത്രമല്ല, നമ്മളിതൊക്കെ തീരുമാനമെടുക്കാൻ പ്രാപ്തരാണ് നമ്മുടെ പേരൻസിനെ. കഴിഞ്ഞ തലമുറയല്ലേ, ഞങ്ങളൊക്കെ മുതുക്കന്മാരാണ്. ഞങ്ങളുടെ മുതുക്കന്മാരുടെ തലമുറയെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം. അവർക്ക് നമ്മളെയും വിശ്വാസമാണ്. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ചെറുതല്ല. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ട്. മിടുക്കത്തികളായിട്ടുള്ള നിങ്ങളൊക്കെ അതിനൊക്കെ പറ്റിയ ആളുകളാണ്. അതുകൊണ്ട് ആത്മാഭിമാനമുള്ളവരാവുക. ഒരു തടസ്സങ്ങളുമില്ലാതെ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് അറിവിൻ്റെ, തൊഴിലിൻ്റെ, ജീവിതത്തിൻ്റെ, ജനാധിപത്യ ബോധ്യങ്ങളുടെ, എഴുത്തിൻ്റെ, വായനയുടെ, ചിന്തയുടെ, ഇടപെടലിൻ്റെ, രാഷ്ട്രീയ പ്രബുദ്ധതയുടെ, രാഷ്ട്രീയ പ്രതിബദ്ധതയുടെ ഒരു തുറസ്സായ ലോകം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ
ഒരു ചിറകും നമ്മുടെ ചിറകുകൾ അരിയാൻ ആരെയും അനുവദിക്കരുത്. നമ്മുടെ സൂര്യവെളിച്ചം, ഭൂമിയിലേക്കുള്ള സൂര്യവെളിച്ചം നമുക്കെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഉയർന്ന മനുഷ്യരാവുക, ഉയർന്ന ബോധ്യങ്ങളുള്ളവരാവുക എന്നത് മാത്രമാണ് ഇപ്പോൾ കരണീയം. വിശദാംശങ്ങളില്ല, അവസാനിപ്പിക്കുന്നു.